ളുഹർ ബാങ്ക് വിളിക്കും, നിങ്ങൾ എപ്പോഴാണ് നിസ്കരിക്കണം? പച്ചക്കറിയും അരിയണം, മീൻ വെട്ടണം, ചോറ് കഴുകണം, അരി കഴുകണം, ചോറ് വെക്കണം, ചോറ് ഊറ്റണം, കറി വെക്കണം. ഇതെല്ലാം കഴിഞ്ഞ് തിന്ന് കുളിച്ചു ഒരുങ്ങി ഒരു 3 മണിയാകുമ്പോ അൽഹംദുലില്ലാഹ് പോയി നിസ്കരിക്കും. നീ ഏത് മദ്ഹബാ? ഇന്ന സലാത്ത കാലത്ത് അലൽ മുഅ്മിനീന കിതാബം മൗഖൂത. പിന്നെന്തിനാ ആമിനാത്ത ഈ മോദിയും കടന്ന് വിളിക്കണത്? നിനക്ക് 3 മണിക്ക് നിസ്കരിക്കാനാണെങ്കിൽ, നിന്റെ ജോലിയെല്ലാം കഴിഞ്ഞിട്ട് നിസ്കരിക്കാനാണെങ്കിൽ പിന്നെ എന്തിനാ ഈ വിളിക്കണം? അവിടെയാണ് നീ സൂക്ഷിക്കേണ്ടത്. അപ്പൊ നീ പറയൂ, ഉസ്താദേ മീൻ കരിപറ്റി വിയർത്ത് നിൽക്കല്ലേ? എന്താ വിയർപ്പ് പൊളി നിർബന്ധമാകുന്ന കാര്യമാണ്? മീൻ ചെയ്തു, മീൻ വെട്ടിക്കൊണ്ടിരിക്കുമ്പോ ഇത്തിരി മീന്റെ വെള്ളം വീണു, കുളി നിർബന്ധമാകുന്ന കാര്യമാ? അത് കഴുകണം. ശരീരത്ത് വിയർപ്പുണ്ടോ? കഴുകണം. കയ്യും കാലും കഴുകിയിട്ട് ഓടിപ്പോയിട്ട് നിസ്കരിക്കണം. അല്ലാതെ ളുഹറും അസറും കൂടെ ഒരു ഒളുവിൽ പണിയുന്നുണ്ടല്ലോ, അത് വേണ്ട. ളുഹറും അസറും കൂടെ ഒറ്റ ഒളുവ്, ബാങ്ക് വിളിക്കാൻ സമയമാകുമ്പോ കുളിച്ചൊരുങ്ങി ഇങ്ങോട്ട് വന്നിരിക്കും, ആ ഒളുവിൽ തന്നെ അസറും കൂടെ നിസ്കരിച്ചിട്ട് ചായ അടിക്കും. അല്ലാഹുടെ പരലോകത്ത് നിന്നെ വിടുവോ അല്ലാഹ്? ഫവൈലുൽ ലിൽ മുസല്ലീൻ. നിസ്കരിക്കുന്നവർക്കാണ് വൈലെന്ന നരകം. അല്ലാഹു കാക്കുമാറാകട്ടെ. ബാങ്ക് വിളിച്ചു കഴിഞ്ഞാൽ തിന്നാനുള്ളത് അവിടെ കിടക്കട്ടെ. പോയി കയ്യും കാലും കഴുകിക്കോണം, ഒളുവെടുത്തോണം, നിസ്കരിച്ചോണം, പിന്നെ വന്നിട്ട് ബാക്കി ഉണ്ടാക്കണം, പിന്നെ കുളിച്ചോണം. അല്ലാതെ നിസ്കാരം നീട്ടരുത്. അള്ളാന്റെ മുമ്പിൽ കണക്ക് പറയേണ്ടി വരും.